മേഡം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്ട്. ആനുകാലിക പ്രസക്തിയല്ല, നമ്മൾ കുറെ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന സത്യങ്ങളായിരുന്നു. സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടർ അച്ഛനാണ്, പക്ഷെ അടുത്ത സംഭവങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ വീട്ടില് ഞങ്ങൾ അറിയായിരുന്നു. റിയൽ ലൈഫിൽ നിന്ന് വന്ന കഥ തന്നെ. 3:30 മണിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് 4 മണിക്ക് അടുത്ത് പിടിക്കാമെന്ന് പറയുന്ന മാനേജർ, കോർപ്പറേറ്റ് മാനേജറിന്റെ അങ്ങനെയാണ്. 3:30ക്കാണ് വിടുന്നത് കക്ഷീനെ. 5:30 കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അനുഭവിച്ചതാണ്. ടീംബോളിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഫാർമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. സീരീസ് നല്ല വർക്കാണ്. ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഇത്രയും കണ്ടംപററി എന്നല്ല, കാലാകാലങ്ങളായിട്ട് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്യുന്നത് മെഡിസിൻസ് വേണ്ടിയാണ്, കാശ് നോക്കാതെ സ്പെൻഡ് ചെയ്യുന്നത് മെഡിസിൻസ് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന് എഫക്റ്റീവായിട്ട് പറഞ്ഞു വെച്ചതിന് ഹോട്ട്സ്റ്റാറിനും പ്രത്യേകിച്ച് ഡയറക്ടർ അരുണാൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കുറേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് അഭിനന്ദനങ്ങൾ. നിവിൻ നന്നായിട്ടുണ്ടായിരുന്നു. നിവിൻ്റെ ആരാധകനാണ് ഞാനും. നിവിൻ്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും ആസ് എ പെർഫോമർ ഹീസ് ഡൂയിങ് എ റിയൽ ഗുഡ് ജോബ്. നന്നായിട്ടുണ്ടായിരുന്നു. നിവിൻ പോളി കാരണം സിനിമയിൽ എല്ലാവരും ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു നിവിൻ പോളിയെ കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സീരീസിൽ നിങ്ങൾക്ക് നിവിൻ്റെ ഡിഫറെൻ്റ് ഒരു ഫേസ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പാർട്ട്. ആക്ച്വലി കണക്റ്റ് ആവും. വൈ? ബിക്കോസ് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ അസുഖം വരും അല്ലേ? അപ്പോൾ ഒരു മരുന്ന് കുടിക്കുമ്പോൾ ഇനി ആരോഗ്യ ഈശോയെ ഇത് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നു വെറുതെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും കുഞ്ഞ് അസുഖം വരുമ്പോഴത്തേക്കും മരുന്ന് എടുത്ത് കഴിക്കില്ലേ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇനി ഒരു പേടി വരും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എൻ ഐ ഓപ്പണർ. Pharma is very tiny, and I wish and I'm happy that the Jio Hotstar Malayalam is bringing in such great content for the audience. Very timely Pharma. I'm happy for the producer, Mr. Krishnan Sethukumar, and the company Movie Mill bringing such bold content. Thank you. മേഡം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇൻട്രസ്റ്റിംഗ് വെബ് സീരീസ് ആണ്. നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് വെബ് സീരീസ് ആണ്. സോ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ആൻഡ് ഭയങ്കര ഇൻറ്റൻസ് നെറേറ്റീവ്. പിന്നെ നിവിൻ്റെ ഡെഫിനറ്റ്ലി നല്ല, ഈവൻ നിവിൻ ശ്രുതി എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആണ് ഏറ്റവും ഇതിൻ്റെ ഒരു ഗൂസ്ബം ആണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നേരത്തെ പേടിയുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളെല്ലാവരും അത് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരല്ലേ. എന്ത് വന്നാലും പാരസെറ്റമോൾ കഴിക്കുന്നവർക്ക് പേടി വരും. മലയാളികൾക്ക് ഇത്തിരി സംഭവമാണ്. എന്തായാലും എല്ലാവരും കാണും, പ്രത്യേകിച്ചും ഡോക്ടേഴ്സും രോഗികളും കാണും. അത് സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാവരും കാണും, എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, ഇഷ്ടാവുകയും ചെയ്യും, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. ഫസ്റ്റ് വെബ് സീരീസിന്റെ ഹാപ്പിനെസ് ഉണ്ട്. ഒരു സീരിയസ് പരിപാടിയാണ്. കാരണം നമ്മള് ഫണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. സീരിയസ് വിഷയമാണ്. മരുന്ന് കഴിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും മരുന്നായിട്ട് നമ്മൾ എല്ലാവരും കഴിക്കണം. പക്ഷെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സീരീസ് അത് കാണാൻ നല്ലതായിരിക്കും. ഈ കോമ്പിനേഷൻ ഭയങ്കര വർക്ക്ഔട്ടായി എല്ലാവർക്കും, നിവിൻ ചേട്ടനായിട്ടുള്ള. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഒക്കെ? ഇത് ആക്ച്വലി ഞാൻ വന്ന സമയത്ത് ഇത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് കാലമായി. അപ്പൊ ആ ഒരു ബിഗിനർ എന്നുള്ള ഇതിൽ ഞാൻ ഭയങ്കര ആക്ടിങ് കുറച്ച് സ്ട്രഗിൾ ചെയ്ത സമയമായിരുന്നു. ആ ഒരു അത്ര ഈസി ആയിട്ടല്ല ഞാൻ ചെയ്തത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ. ഇപ്പൊ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഓക്കെ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സിനോ എന്നോടൊക്കെ പറയാലോ ഇനി ഇപ്പൊ മെഡിക്കൽ റെപ്പായിട്ടുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്. മെഡിക്കൽ റെപ്പായിട്ടുള്ള എല്ലാവരും കാണുന്നതല്ലായിരുന്നു. മേഡം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു പടം കണ്ടിട്ട്?
അടിപൊളിയായിട്ട് അതെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വ്യക്തിപരമായിട്ട് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ സിനിമയിൽ തന്നെ ഒരുപാട് ഭീഷണികൾ വരുന്നുണ്ട്. ഇനി അങ്ങനത്തെ ഒരു ഭീഷണി ഉണ്ടാകുന്ന വരാൻ മാത്രം ആളൊന്നും അല്ല ഞാൻ. അങ്ങനെ ആ ഒരു രീതിയിലും അല്ല ഈ കഥ പറഞ്ഞിട്ടുള്ളതും. വളരെ പേഴ്സണൽ ആയിട്ട് കെ പി വിനോദ് എന്നുള്ളൊരു സെയിൽസ്മാൻ്റെ ഒരു പേഴ്സണൽ ആംഗിളിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതൊരു പേഴ്സണൽ സ്റ്റോറി ആയിട്ടാണ് ഈ കഥയുടെ ഒരു ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭീഷണിയുടെ അങ്ങനത്തെ ഒരു ആ ഒരു ആംഗിൾ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നുണ്ട്. റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് തന്നെയാണ് അത് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വളരെ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്തത്. പക്ഷേ ഞാൻ മറ്റ് പല കമ്പനികളിലും കണ്ട പല ദുഷ്പ്രവണതകളും നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. അതിൽ നിന്നാണ് ഇത് വെബ് സീരീസ് കാണുമ്പോൾ നീവിൻ ചേട്ടന് മാത്രം എഴുതിയിട്ടുള്ള രണ്ട് പോർഷനിലാണ് ഡയലോഗ് വരുന്നത്. അത് നീവിൻ ചേട്ടന് മാത്രം എഴുതിയ ഡയലോഗ് ആയിരുന്നു. തിരിച്ചു വരുമോ എന്നുള്ള ഡയലോഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടല്ല. നിവിൻ അങ്ങനെ ഒരു കംബാക്ക് എന്നുള്ളൊരു വാചകത്തിൽ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും ജനപ്രിയ കഥാപാത്രങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നും ആ ആക്ടർ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി എന്നുള്ളത്. എനിക്ക് സത്യത്തിൽ ഈ ആക്ടേഴ്സ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്, ഞാനൊരു കട്ട നിവിൻ പോളി ഫാനാണ്. അപ്പൊ ഇവർ ഈ കംഫർട്ട് സോണിന്റെ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ കംബാക്ക് എന്ന് പറയാൻ നിവിൻ എവിടെയും പോയിട്ടില്ല. അപ്പൊ തിരിച്ചു വരുമ്പോൾ മോനെന്നുള്ളത് സ്ക്രിപ്റ്റിൽ തന്നെയുള്ള ഡയലോഗാണ്. നീവിൻ ചേട്ടന് മാത്രം എഴുതിയ ഡയലോഗ് അല്ല. നിവിൻ ചേട്ടന് വേണ്ടി മാത്രം എഴുതിയ ഡയലോഗ് അല്ല. ഈ ഇത് കണ്ടില്ല, പല ഏജ് ബാൻഡിലുള്ള ക്യാരക്ടറാണ്. അപ്പൊ ഈ എല്ലാ ഏജ് ബാൻഡിലും ഉള്ള ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയൊരു ആക്ടർ അല്ലേ. അതുകൊണ്ടാണ്